ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ചൂടിൽ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു തണ്ണിമത്തൻ്റെ പകുതി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. ഇനി ഇതൊരു തവി കൊണ്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതിൽ കുരുകളൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം. അത് നന്നായി തവി കൊണ്ട് ഈ കഷ്ണങ്ങളൊക്കെ ഉടച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു തണുത്ത പാലാണ് ആവശ്യം. അതിന് മുന്നേ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് പാലൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തണുത്ത പാലാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാലൊന്ന് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇനി അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂണ് ചിയാ സീഡ് കുതിർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഒരു ഓപ്ഷനിലാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തണുത്ത പാലാണ് ഉപയോഗിച്ചത്, കാരണം ഇട്ട് കൊടുക്കണില്ല. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മത്തൻ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിച്ചാൽ നല്ലൊരു റിഫ്രഷിങ് കൂള് കിട്ടുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക.